അതിരപ്പള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായി. വില്ലേജ് ഓഫീസർ ജൂഡാണ് അറസ്റ്റിലായത്. RO സർട്ടിഫിക്കറ്റിന് വേണ്ടി 3000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. MS ലിഷോയിയുണ്ട്. ലിഷോയി, വിജിലൻസിന്റെ വലയിലാവുകയായിരുന്നോ? എങ്ങനെയായിരുന്നു വിജിലൻസിന്റെ നീക്കങ്ങൾ? ഈ KL ജൂഡ് എന്ന് പറയുന്ന വില്ലേജ് ഓഫീസർ അയാൾ നിരന്തരമായി ഈ കൈക്കൂലി ആളുകളോട് ആവശ്യപ്പെടുന്നു എന്ന വിവരം വിജിലൻസിന് ലഭിച്ചു. ഒരു പരാതിക്കാരൻ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു. അതായത് ROR സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിൽ എത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഈ സ്ഥലപരിശോധനയ്ക്ക് ശേഷം വീണ്ടും ഈ 3 ദിവസം മുൻപാണ് ഈ വില്ലേജ് ഓഫീസർ 3000 രൂപ കൈക്കൂലി വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം ഇന്ന് സ്ഥലപരിശോധനയ്ക്ക് പോയി തിരികെ വില്ലേജ് ഓഫീസിൽ എത്തിയ സമയത്ത് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. ആ കൈക്കൂലി അവിടെ വെച്ച് തന്നെ നൽകാനായി വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് വെച്ച് തന്നെ നൽകാനായി നേരത്തെ തന്നെ ഈ പരാതിക്കാരൻ വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി ധാരണയായിരുന്നു. അങ്ങനെ പരാതിക്കാരൻ 3000 രൂപ വില്ലേജ് ഓഫീസർക്ക് നൽകി. അങ്ങനെ നൽകിയ ആ ഒരു സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഉടനടി തന്നെ ഈ വില്ലേജ് ഓഫീസറെ പിടികൂടാൻ എത്തുകയും ചെയ്തു. പക്ഷേ വിജിലൻസ് ഉദ്യോഗസ്ഥർ വരുന്നത് കണ്ട ഉടനെ തന്നെ ഇയാൾ ഈ പണം ഒളിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് നടത്തിയ ദേഹപരിശോധനയിൽ സോക്സിനകത്ത് നിന്നും 3000 രൂപ കണ്ടെത്തുകയാണ് ഉണ്ടായത്. ഈ ജൂഡ് എന്ന് പറയുന്ന ഈ വില്ലേജ് ഓഫീസർ നേരത്തെയും കൈക്കൂലി വാങ്ങി പിടിയിലായ വ്യക്തിയാണ്. അതായത് ജൂഡിനെ കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടികൂടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാളയിലും സമാനമായ രീതിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ അതിരപ്പള്ളിയിലാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ അറസ്റ്റിലായത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് കൂടി. അതിരപ്പള്ളി വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയ കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. ഇതുവരെ വിജിലൻസിന് പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിരവധി സാധാരണക്കാരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാത്ത വില്ലേജ് ഓഫീസർമാരെ നിരന്തരം നമ്മുടെ പഞ്ചായത്തിലത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. വിജിലൻസ് ഈ പണം കണ്ടെത്തും, ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.